മലപ്പുറത്ത് ഒരു കുംഭമേള നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ സാമാന്യമായി മലപ്പുറത്തുകാരുടെ വിചാരം എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ ഒരു ടാർപോളിയും വലിച്ചു കെട്ടി കുലുക്ക് സർബത്തും ബ്രെഡ് പോക്കറ്റും വിൽക്കാനുള്ള ഒരു അവസരം എന്നുള്ളതിലപ്പുറം മലപ്പുറത്തുകാർക്ക് ഇതിൽ ഒരു റോളും ഇല്ല. കുംഭമേളയെ കുറിച്ച് ശശി തരൂർ ഒരു പോസ്റ്റ് ഇട്ടതാണ് ഇപ്പൊ വലിയ ചർച്ചയാവുന്നത്. അതായത് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളോ ഒരു രാഷ്ട്രീയ പാർട്ടിയോ BJP അല്ലാണ്ട് പറയുന്ന രാഷ്ട്രീയ പാർട്ടികളോ ഒന്നും കുംഭമേളയിൽ പോയിട്ടുമില്ല, അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടുമില്ല. ആ ഒരു സമയത്താണ് UDF-നെ ഞെട്ടിച്ചുകൊണ്ട് കുംഭമേളയെക്കുറിച്ച് വളരെ പോസിറ്റീവായ ഒരു പോസ്റ്റുമായി ശശി തരൂർ രംഗത്തെത്തുന്നത്. സ്വാഭാവികമായി ശശി തരൂർ കാര്യങ്ങൾ, അതായത് മോദി ചെയ്താലും നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയുന്ന ഏക രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ ശശി തരൂർ മാത്രമേ ഉള്ളൂ. തരൂർ കുംഭമേളയെ കുറിച്ച് പറയുമ്പോൾ ഇന്നലെ ഒരു മാധ്യമ പ്രവർത്തകൻ, വിഷം തുപ്പുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ പറഞ്ഞത് കുംഭമേള എന്ന് പറയുമ്പോൾ 4 ടാർപ്പാളിൽ വലിച്ചു കെട്ടി 5 ഐസും കൊടുക്കും, ഇതാണ് കുംഭമേള, അല്ലാതെ അവിടെ ഒന്നുമില്ല എന്ന് അത്രയും പുച്ഛത്തോടെ പറയുന്നതിനിടയ്ക്കാണ് വിശ്വപൗരൻ എന്ന് പറയുന്ന ഒരു നേതാവ് കുംഭമേളയെ കുറിച്ച് ഇത്രയും പോസിറ്റീവായി പറഞ്ഞിരിക്കുന്നത്. ഇതിനെങ്ങനെയാണ് കാണേണ്ടത്? പോസിറ്റീവായിട്ട് പറഞ്ഞിരിക്കുന്നു പറഞ്ഞാൽ അയാൾ നേരത്തെ ഇദ്ദേഹം UP-യിൽ നടന്നപ്പോഴും ഇതേ അഭിപ്രായം പറഞ്ഞിട്ടുള്ളൂ. UP-യിൽ നടന്നപ്പം കുംഭമേളയെ പറ്റി നല്ല രീതിയിൽ പറയുകയും ചെയ്തു. പിന്നെ നമ്മുടെ ഇന്ത്യക്കകത്ത് ഈ താരിഫിൻ്റെ വിഷയം വന്നപ്പോൾ ഇന്ത്യ കമ്പോളത്തെ പറ്റി അല്ലെങ്കിൽ കയറ്റുമതി അമേരിക്ക ബ്ലോക്ക് ചെയ്താൽ ഇന്ത്യ എങ്ങനെയാവും, ഇന്ത്യ തീർന്നു പോകുമെന്നൊക്കെ പറഞ്ഞൊരു അഭിപ്രായം വന്നപ്പം ശശി തരൂർ എന്ന് പറഞ്ഞാൽ 4 കുംഭമേള നടത്തിയാൽ തീർന്നേ ഉള്ളൂ, ഇന്ത്യയിലെ പ്രശ്നം അത്രയ്ക്ക് വലിയ വലിപ്പത്തിലുള്ള ഇന്ത്യയാണ്, അത്തരത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും പാങ്ങൽ ശേഷിയുമുള്ള ഇന്ത്യയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ ആദ്യം പറഞ്ഞതുപോലെ ഇവിടെ ഒരു കുംഭമേള നടന്നു. ഈ കുംഭമേള നടന്നത് മലപ്പുറത്താണ്. മലപ്പുറത്താണെങ്കിൽ പോലും ജനം ഏറ്റെടുത്തു. അത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എല്ലാവരും. ഇന്നലെയൊക്കെ ഞാൻ വായിച്ചത് ശരിയാണെങ്കിൽ, അല്ലെങ്കിൽ മാധ്യമങ്ങൾ പുറത്തു വിട്ടത് ശരിയാണെങ്കിൽ, അവിടെ മുസ്ലിം സ്ത്രീകൾ പർദ്ദയിട്ട് വന്ന് ഈ ആരതി ഒഴിഞ്ഞിട്ട് പോകുന്ന, അല്ലെങ്കിൽ അതിൽ പങ്കെടുത്തിട്ട് പോകുന്ന രീതിയിലേക്ക് കുംഭമേള അവിടെ മതസൗഹാർദ്ദത്തിൻ്റെ വേദിയായി മാറി. ആ സമയത്ത് പറഞ്ഞല്ലോ, കുംഭമേള ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും ഏറ്റെടുത്തില്ല. പ്രത്യേകിച്ച് CPM-ഉം കോൺഗ്രസും ഒന്നും കുംഭമേളയെപ്പറ്റി ഒരക്ഷരം മിണ്ടരുന്ന് നിർബന്ധം പിടിച്ചതിൻ്റെ കാര്യം ഇന്നത്തെ വേറെ ചില കാര്യങ്ങളാണ്. മറ്റ് പല മതങ്ങളുടെയും, ഒരുപക്ഷെ മാരാമൺ കൺവെൻഷൻ പോലെയും മറ്റ് പല മതങ്ങളുടെയും ആഘോഷങ്ങൾ വരുമ്പോൾ അതിനകത്ത് പോയിരുന്ന് ഞാനിവിടെ ഉണ്ട് എന്ന് പറയുന്നതും, അല്ലെങ്കിൽ ആചാരങ്ങൾ തെറ്റാണ്, ഇത് അനുഷ്ഠാനിക്കേണ്ടെന്ന് പറയണ്ട. ഈ ശബരിമല പോകുന്നത് ഒതുക്കത്തിൽ പോവുകയും അല്ലെങ്കിൽ നൊയമ്പ് നോക്കുന്നതിന് പരസ്യം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന നേതാക്കന്മാരെ കോൺഗ്രസിനകത്തും അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇവിടെ ഈ കുംഭമേള എന്ന് പറയുന്നത് അത് പറഞ്ഞുകൂടാ, പറഞ്ഞാൽ ഞങ്ങൾക്കുള്ള ആനുകൂല്യം എവിടുന്നെങ്കിലും പോകുമോ എന്ന ഭയം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്കുണ്ട്, 2 രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്കും ഉണ്ട്. അപ്പം അതിനപ്പുറം പറഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല, പറയുന്നതാണ് നല്ലത്. ആ പറയുന്നത് കൊണ്ട് കുഴപ്പം വരുന്നെങ്കിൽ അങ്ങ് വരട്ടെ എന്ന് തീരുമാനിക്കുന്ന ഒരു ശശി തരൂർ ഇന്നലെയും പറഞ്ഞു ഞാൻ കോൺഗ്രസിൻ്റെ കൂടെ, ഇന്നലെയും പറഞ്ഞു ഞാൻ കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധി പറയുന്നതിൻ്റെ കൂടെയാണ്, കോൺഗ്രസ് അല്ലാതെ മറ്റൊരു പാർട്ടിയുമില്ല എന്നൊക്കെ പറയുമ്പം കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാക്കന്മാർ അവിടെ വന്നു? കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇതുവരെ അയോധ്യയിൽ പോയോ? കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി UP-യിൽ കുംഭമേളയിൽ ലോകം മൊത്തവും വന്ന് അവിടെ സ്നാനം നടത്തിയിട്ട് പോയപ്പോൾ, ലോക നേതാക്കന്മാർ വന്ന് സ്നാനം നടത്തിയിട്ട് പോയപ്പോൾ, ലോകത്തിലെ വൻകിട വ്യവസായികൾ വന്ന് സ്നാനം നടത്തിയിട്ട് പോയപ്പോൾ വളരെ കൃത്യമായിട്ട് എല്ലായിടത്തും പോയി അല്ലെങ്കിൽ അഭിപ്രായം പറയുന്നതും അല്ലെങ്കിൽ എല്ലാത്തിനകത്തും പങ്കെടുക്കുന്നതുമായിട്ടുള്ള ഈ പ്രതിപക്ഷ നേതാവ്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധിയൊക്കെ അവിടെ നിന്ന് അയോധ്യയിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിന് എത്ര ശ്രദ്ധ കേന്ദ്രീകരിച്ചോ അതേപോലെ ശ്രദ്ധ കേന്ദ്രീകരിച്ച UP-യിലെ കാര്യം. ഇവിടെ ഇത് ഈ കുംഭമേള തുടക്കത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ആനുകൂല്യം കിട്ടാനോട് വില്ലേജ് ഓഫീസറെ കൊണ്ട് പാലം പണിയുന്നത് തടയിച്ചു. അതിൻ്റെ പ്രതിരോധം കണ്ട് അവിടുത്തെ കളക്ടർ പറഞ്ഞു നടന്നോട്ടെ എന്ന് പറഞ്ഞു. നടന്നതിന് ശേഷം ഓരോ ദിവസവും അതിൻ്റെ വലിപ്പം കൂടി വരികയും പുറവേകയിൽ നിന്ന മാധ്യമങ്ങൾ കുറച്ചെങ്കിലും വാർത്ത കൊടുക്കുകയും ഈ ആൾക്കാരെല്ലാം അതിന് അനുകൂലമായിട്ട് പറയുകയും ആ ദേശം മൊത്തവും ഒരുപക്ഷെ അരവസരം ഉണ്ടാകുമെന്ന് വിചാരിച്ചിരുന്ന മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് അതിന് വലിയ ആനുകൂല്യം ഉണ്ടാവുകയും നാളെ കാലത്തെയും ഇത് ഇവിടെ നടത്തണം എന്നവർ വിചാരിക്കുകയും ഒക്കെ ചെയ്യുന്നിടത്ത് ഇതിന് അനുകൂലമായിട്ട് പറയാത്തപ്പോൾ പരസ്യമായിട്ട് പറയുന്ന ഒരു രീതി, നമ്മൾ പറയുന്ന പോലെ കുറുക്കോഴി കാണിച്ചു കൊടുക്കുന്നു ഈ പറയുന്ന ശശി തരൂർ.
BJP ആണ് ശരി, ഹിന്ദുത്വമാണ് ശരി, അതിനെ ആചരിച്ച് മുന്നോട്ട് പോകണം, അവരുടെ ശരികൾ അംഗീകരിച്ചു പോകണമെന്നുള്ളതിൻ്റെ പാർട്ടിക്കപ്പുറം ഞാൻ പാർട്ടിക്കകത്ത് നിന്ന് കുഴപ്പങ്ങൾ തുറന്നു കാണിച്ചിട്ടുള്ളതാണ് എൻ്റെ തെറ്റ്, നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളതെന്ന് മാധ്യമങ്ങളടുത്ത് പറയുമ്പോൾ ഇപ്പോഴും ആ കുഴപ്പം തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയാണ് ശശി തരൂർ തയ്യാറായത്. അതായത് ശശി തരൂർ പറഞ്ഞത് ഇവിടുത്തെ സംസ്കാരം ഹിന്ദു സംസ്കാരമാണ്, അതൊരു പക്ഷേ നദിയെ പൂജിക്കുന്ന സംസ്കാരം, അല്ലെങ്കിൽ മലകളെ പൂജിക്കുന്ന സംസ്കാരം, എല്ലാവരെയും വന്ദിക്കുന്ന സംസ്കാരം, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന സംസ്കാരം, അല്ലെങ്കിൽ കൂട്ടിച്ചേരേണ്ട സംസ്കാരം, സംഘത്തിൻ്റെ സംസ്കാരം, ആ സംസ്കാരത്തിനകത്ത് ജാതിമത ഭേദമല്ലേ എല്ലാവരും ഉണ്ടാകും. ആ ഹിന്ദു സംസ്കാരം തന്നെയാണ് ഉണ്ടാവേണ്ടത്. അത് കേരളത്തിൽ അത് വരുമ്പോൾ അതിനകത്ത് നിന്ന് മാറി നിൽക്കേണ്ട ഒരവസ്ഥയില്ല എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് ശശി തരൂർ പറഞ്ഞതായിട്ടാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ ശശി തരൂർ ഇത്തരത്തിൽ ബാക്കിയുള്ളവരെല്ലാം മാറി നിന്നപ്പോൾ, ആരും ഒന്നും പറയാത്തപ്പോൾ, അനുകൂലവും പ്രതികൂലവും ആയിട്ടൊന്നും പറയാത്തപ്പോൾ പോലും അതിന് അനുകൂലമായിട്ടൊരു പോസ്റ്റ് ഇടുമ്പോൾ, പ്രത്യേകിച്ച് ശശി തരൂർ ഒരു പോസ്റ്റ് ഇടുമ്പോൾ അതിൻ്റെ വാല്യൂ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഇന്ത്യയിലല്ല ലോകം മൊത്തവുമാണ്. അപ്പം ഈ ഒരു വിഷയവും ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി നിർബന്ധപൂർവം ഒരുപക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവണ്ടെന്ന് ആഗ്രഹിക്കുന്ന ജമായത്തെ ഇസ്ലാമിക്ക് ഒരുപക്ഷെ സീറ്റ് കൊടുത്ത് അല്ലെങ്കിൽ മറച്ചു പിടിച്ച് നിയമസഭയിൽ കൊണ്ടുവരുന്നതിനും അവരുടെ മന്ത്രിയെ ഉണ്ടാക്കുന്നതിനും അവരാഗ്രഹിക്കുന്ന ശരീഅത്ത് നിയമം കൊണ്ടുവരുന്നതിനും നിൽക്കുന്ന കോൺഗ്രസിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ ശശി തരൂർ വർക്കിംഗ് കമ്മിറ്റി അംഗം അതല്ല, ഇതാണ് കേരളം, ഇതാണ് ഇന്ത്യ, ഈ സംസ്കാരമാണ് ഇവിടെ വേണ്ടത് എന്ന് കാണിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഈ ഞാൻ സാറിനോട് തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഒരു മാധ്യമ പ്രവർത്തകൻ അടുപ്പുകൂട്ടി ചർച്ചയിൽ ഇരുന്ന് പറയുകയാണ്, കുംഭമേള എന്ന് പറയുന്നത് മലപ്പുറത്ത് നടക്കുമ്പോൾ 4 ടാർപ്പാളി വലിച്ചു കെട്ടി ഒരു ഐസ് കൊടുക്കുന്ന പരിപാടി അത്രേ ഉള്ളൂ മലപ്പുറത്തുകാർക്ക് കുംഭമേള. പക്ഷെ ഇന്നലത്തെ സമാപന കുംഭമേളയിൽ അല്ലെങ്കിൽ ഈ കുംഭമേള നിന്ന ദിവസങ്ങളിലൊക്കെ അവിടെ കണ്ടത് അങ്ങനെയല്ല. ഇപ്പൊ ഇന്നലെ തന്നെ അഹമ്മദ് മാഷ് പറഞ്ഞതുപോലെ 2000 പേർക്ക് ആഹാരം കൊടുക്കാം എന്ന് പറഞ്ഞു തുടങ്ങിയത് പിന്നീട് 20,000 30,000 പേരിലേക്ക് അത് മാറി എന്നുള്ളതാണ്. അപ്പോ 28 ദിവസം നീണ്ടു നിൽക്കേണ്ട ഒരു പരിപാടി 15 ദിവസം കൊണ്ട് അവർ നിർത്തിയിരിക്കാൻ. കാരണം ഇത്രയും ആള് 18 ദിവസം കൊണ്ട് ഇത്രയും ആള് വരുമെന്ന് അവർ തന്നെ, സംഘാടകർക്ക് പോലും ഒരു ഇതില്ലായിരുന്നു എന്ന് പറയുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഇരുന്ന് വിഷം തുപ്പുന്നത്? മലപ്പുറത്തെ മുസ്ലിങ്ങൾക്ക് ഇതൊരു വിഷയമല്ല, അവര് അത് മുഴുവൻ ഏറ്റെടുത്ത് കഴിഞ്ഞു. അവർ എല്ലാ സഹായവും പിന്തുണയും അവരുടെ ഭാഗത്തുണ്ട്. ഈ പറയുന്ന വർഗീയതയൊന്നും അവിടെ നമ്മളാരും കണ്ടില്ല. അവിടെ എല്ലാവരും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഏത് ജാതിയിലും മതത്തിലും ഉള്ളവരാണെങ്കിലും ഒരുമിച്ച് കൈകോർത്ത് ഒരേ മനസ്സോടുകൂടി പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്നിട്ടും എന്തിനാണ് ഈ ദാവൂദിനെ പോലുള്ളവർ ഇരുന്ന് ഇങ്ങനെ വിഷം തുപ്പുന്നത്? എന്താണ് ദാവൂദിന്റെ യഥാർത്ഥ പ്രശ്നം? എന്താ ദാവൂദിന്റെ യഥാർത്ഥ പ്രശ്നം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം അവരുടെ ഒരു നേതാവ് പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് സാധിക്കുന്നില്ല ഇന്ത്യയിൽ നിസ്കരിക്കാൻ, ഞങ്ങൾ 5 നേരം നിസ്കരിക്കുമ്പോഴും ഞങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഉള്ള ഒരു പുണ്യം ഞങ്ങളിലേക്ക് വരുന്നില്ല. കാരണം ഇത് ഈ പറയുന്ന ഇന്ത്യ മഹാരാജ്യം ഇസ്ലാമിൻ്റെതാണെന്ന്, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെതല്ല, അത് പൂർണ്ണമായിട്ടും ഇസ്ലാമിൻ്റെതായാൽ മാത്രമേ ആ നിസ്കരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പുണ്യം ഉണ്ടാകത്തുള്ളൂ. അത് തന്നെ ദാവൂദിൻ്റെ പ്രശ്നം. ദാവൂദിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ രാജ്യം അല്ലെങ്കിൽ ഭാരതം എന്ന് പറയുന്ന, അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്നിടം, ഭാരതത്തിലെ കേരളം എന്ന് പറയുന്നിടമൊക്കെ മറ്റ് മതസ്ഥരും അവരുടെ ആചാരങ്ങളും ഒന്നുമില്ലാത്ത ഒരു ശരീഅത്ത് നിയമമുള്ള, ഈ നമ്മൾ പറയത്തില്ലേ മുസ്ലിങ്ങൾ മാത്രമുള്ള, അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാജ്യം. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. അയാൾക്ക് ഇത് കാണുമ്പോൾ ചൊറിയും, അയാൾക്ക് ഇത് കാണുമ്പോൾ പ്രശ്നം ഉണ്ടാവും. അയാളെ പ്രശ്നം അയാൾക്ക് പറയാൻ പറ്റുന്ന ഒരു ചാനലുണ്ട്, ആ ചാനലിലിരുന്ന് പറയും. ഈ പ്രശ്നം പറയുന്നത് എത്ര വലിപ്പത്തിൽ ഉണ്ട് എന്ന് തെറ്റിദ്ധരിച്ചിട്ടാവാം, അല്ലെങ്കിൽ അത് വലിപ്പത്തിലാണോ, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് തെറ്റിദ്ധരിച്ചിട്ടാകാം, അല്ലെങ്കിൽ ഒരുപക്ഷം കൂടി ആരുടെയും കൂടെ നിന്ന് ഭരിച്ചില്ലെങ്കിൽ ഇല്ലാതാകുമെന്ന് ഭയന്നിട്ടാകാം. ഇതിനെയൊക്കെ മറികടന്ന്, അല്ലെങ്കിൽ ഇതല്ല ശരി, അല്ലെങ്കിൽ മതേതരത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടി എപ്പോഴെങ്കിലും നിന്നിട്ടുള്ള എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു പാർട്ടി, പല ആക്ഷേപങ്ങളുള്ളപ്പോൾ കേരളത്തിലെ മുസ്ലിം ലീഗ് പോലും ഇപ്പോൾ അവരുടെ ഭാഗമല്ലേ, അവരുടെ സംസാരം വെളിയിൽ വരുന്നത് ഇവരുടെ ചാനലിൽ കൂടിയല്ലേ, അവരുടെ ചാനലിൽ ഇരുന്നില്ലേ മതമാണെന്ന് പ്രശ്നം പറഞ്ഞത്, അല്ലെങ്കിൽ പിടിച്ചടക്കുമെന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞത്, ഞങ്ങളുടെ തിട്ടൂരം നടപ്പാക്കുമെന്ന് പറഞ്ഞത്. അപ്പം അങ്ങനത്തെ രീതിയിലേക്ക് കേരളം പോകുന്നു. ആ കേരളത്തിൻ്റെ അത്തരത്തിൽ ഭാഗമാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതാണ്. ഇയാൾ വിഷം തുപ്പുന്നതെന്ന് പറഞ്ഞാൽ അവർ വിഷമുള്ളത്, വിഷം വമിക്കുന്നവരാണ്, അവർക്കതേ പറയാൻ സാധിക്കത്തുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞത് അതിനപ്പുറമാണ് കാര്യങ്ങൾ എന്ന് ലോകമറിയാവുന്ന, കാര്യങ്ങൾ അറിയാവുന്ന ശശി തരൂർ പറഞ്ഞു എന്നുള്ളത്. ഇപ്പൊ ഇവന്റെ പേരെന്താ, ദാവൂദ്. അവനെ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അവൻ അവിടെ നിന്നിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവൻ സങ്കല്പിക്കുന്ന ഒരു ലോകത്ത് അവൻ ഇരിക്കുന്നത്. അവൻ ഇന്ത്യയിലല്ല,
അവൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്, ഇന്ത്യയിലല്ല ഇരിക്കുന്നേ, അവനൊരു ഭ്രാന്തമായ ലോകത്തിരിക്കുകയാണ്. പക്ഷെ അവൻ എത്ര കാലം അവിടെ ഇരിക്കും എന്നുള്ളതിനെ പറ്റി അവന് പോലും അറിയാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് മനസ്സിലാവുന്നത്.